ശിവായ. എന്താണ് 28ാം തീയതിക്കുള്ളിൽ എന്താണ് ഇതിലേക്ക് വരാൻ പോകുന്നത് ഭഗവാനെ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ചിലര് വിവാഹമോചനം ആഗ്രഹിക്കുന്നവരായിരിക്കാം, ചിലര് വിവാഹമോചനം ആഗ്രഹിക്കാത്തവരായിരിക്കാം. മറ്റുള്ളവർ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് വിവാഹമോചനം ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നവരായിരിക്കാം. ഇവിടെ ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 28ാം തീയതിക്കുള്ളില് ഒരു ട്രാൻസ്ഫോർമേഷൻ. ശരിക്കും പറഞ്ഞാൽ ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ മരണം ഒന്നിന്റെയും അവസാനമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ മരണം വേറൊരു ഇതിന്റെ തുടക്കമാണ്, ഒരു അവസാനം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഒരു തുടക്കം, അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആരോ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഒരു തുടക്കം, ഈ ഡിവോഴ്സിലേക്ക് പോകണ്ട, ഇതൊരു വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം, എനിക്ക് ബന്ധം വേർപെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ, അപ്പൊ 28ാം തീയതി ആണ് ഡേറ്റ് തന്നിരിക്കുന്നത് ഡിവോഴ്സിന്റെ ഫൈനലൈസേഷൻ എങ്കിൽ, ഡിവോഴ്സ് ആവണമെന്നല്ല, എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്യാൻ വിചാരിച്ചത് അതിന്റെ ഒരു ഫൈനലൈസേഷൻ വരുന്നത് 28ാം തീയതിക്കുള്ളിലാണ്. അപ്പോ 28ാം തീയതിക്കുള്ളിൽ എന്തെങ്കിലും ഒരു മിറക്കിൾ നടക്കും, ഇത് ഇങ്ങനെ അവസാനിച്ചു പോകില്ല എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അത് 28ാം തീയതിക്കുള്ളിൽ അങ്ങനെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നല്ലതൊന്നും ഇതിനകത്ത് വരില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വരാൻ പോകുന്നത് ഒരു അവസാനമായിരിക്കും, ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് 28ാം തീയതി, ചിലപ്പോൾ 28ാം തീയതി ആയിരിക്കും ഡേറ്റ് തന്നേക്കുന്നത്, പക്ഷെ ചിലപ്പോൾ മിക്കവാറും നീട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊരു അവസാനമല്ല, നീട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 28ാം തീയതിക്കുള്ളിൽ ഒരു ഡിസിഷൻ നടക്കില്ല എന്നാണ് പറയുന്നത്. ഇത് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. എന്തുകൊണ്ടാണ് ഡെത്ത് കാർഡ് റിവേഴ്സ് വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് കപ്സ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഇപ്പോ പറയുന്നതല്ല പിന്നെ പറയുന്നത്, ഇന്നലെ പറഞ്ഞതായിരിക്കില്ല ഇന്ന് പറയുന്നത്. നമ്മളെല്ലാം പ്രിപ്പയർഡ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ഇന്ന് പറ്റില്ല, നമുക്ക് നാളെ നോക്കാം എന്ന് പറഞ്ഞ് ഡേറ്റ് മാറ്റി 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 പറയുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പണത്തിന്റെ നഷ്ടം. അപ്പൊ ഇവർ ഡിവോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വർണവും പണവും എല്ലാം തിരിച്ചു കിട്ടാനുള്ള ഒരു ഇതിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ, കുറെ ആയിട്ട് നിങ്ങളെ വലിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ 28ാം തീയതിക്കുള്ളിലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണ് നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നത്. അതിപ്പോ നിങ്ങളുടെ വീട് പണിയുന്ന ആളാണെങ്കിലും, നിങ്ങൾക്ക് ലോൺ തരേണ്ട ആളാണെങ്കിലും, നിങ്ങൾക്ക് ഡിവോഴ്സ് തരേണ്ട ആളാണെങ്കിലും, ഈ വ്യക്തി 28ാം തീയതിക്കുള്ളിൽ ഒരു കാര്യം സെറ്റിൽമെന്റിന് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ.